ഈ വീടിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് ഈ വീടിൽ 45 ലക്ഷം രൂപയിൽ ഈ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെറും 7 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിന് ചിലവായിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസിലും ഹെഡിൽ ഇങ്ങനെ ഒരു അപ്പോൾസറി കൊടുത്തു. ബെഡ് MS സ്ട്രക്ചറിൽ ചെയ്തു. MS സ്ട്രക്ചറിലാണ്. അതെ. എത്ര ശതമാനം കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും? നമുക്കൊരു 40% 40% കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. നമ്മൾ വാങ്ങിക്കുന്ന ഫർണിച്ചറിനെക്കാളും കോസ്റ്റ്. അതെ അതെ. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനം നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. അതിമനോഹരമായ ഒരു വീട്, ഒരു കുഞ്ഞു സുന്ദര വീട്. അതായത് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 45 ലക്ഷം രൂപയ്ക്കാണ്. ഇതിന് എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് 10 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്ന പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ട് വോളും അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിരിക്കുന്ന ഗേറ്റ്സും. ഈ ഗേറ്റ്സിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ ഗേറ്റ്സിൻ്റെ ചെയ്തിരിക്കുന്നതെല്ലാം പ്ലാങ്ക് ട്യൂബ്സ് വെച്ചിട്ടാണ്. അതായത് പ്ലാങ്ക് ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കാറ്റഗറി ഇപ്പം വന്നിട്ടുണ്ട്. അതായത് വീതി കൂടിയ പൈപ്പുകൾ. പിന്നെ ഒരു ഭാഗം മൊത്തം CNC കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനെ ഒന്നുകൂടെ ലെവലാക്കി കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഇനി എടുത്തു പറയേണ്ട ഈ വീടിൻ്റെ എലിവേഷനിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഭാഗത്തിൻ്റെ ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഗ്രിൽസ് കൊടുത്തിരിക്കുന്നതാണ്. ആ ഗ്രിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും SS സ്റ്റീൽ ട്യൂബ്സിലും ഗ്ലാസ്സിലും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ചെയ്യുന്നിടത്ത് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഒരു സ്ട്രക്ചറിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എലിവേഷനിലെല്ലാം തന്നെ ഓരോ പോർഷൻസ് കൊടുത്തിരിക്കുന്നതിൻ്റെ എല്ലാം കാര്യങ്ങളുടെ ഒരു തീവ്രത എന്താണെന്നുള്ളത് ഇതിനകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് പോർഷൻ, ഏകദേശം 14 അടി നീളം 5 അടി വീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് ഈ വീടിൽ 45 ലക്ഷം രൂപയിൽ ഈ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെറും 7 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിന് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ചെയ്ത ആളിനെ നമുക്ക് പരിചയപ്പെടാം. ഇൻറ്റീരിയർ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ആ വർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വന്നിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത്. ഇത് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലോങ് ഹാൻഡ്സ് കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇൻറ്റീരിയർ ചെയ്ത ആൾ അകത്തുണ്ട്. എന്തുകൊണ്ട്? സുഖമായിട്ട് പോകുന്നു. പ്രൊജക്ട്സ് ഒക്കെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ശരി. ഈ വീട് ഞാൻ എടുക്കാനൊരു കാരണമുണ്ട്. കാരണം ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 45 lakhsന് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും എല്ലാം തീർത്തു പറഞ്ഞു. പക്ഷേ 7 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞത് 7 lakhsനാണ് പുള്ളിക്ക് ഈ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ ചെയ്ത ആ വീടൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ നിന്ന് ഫോട്ടോസ് വാങ്ങിച്ചപ്പോൾ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് ഞാൻ അജിയുടെ നമ്പർ എടുത്ത് വിളിച്ചതും നമുക്ക് ഈ വീടൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞതും ഞാൻ വന്നതും. എങ്ങനെയായിരുന്നു അജി ഈ 7 ലക്ഷം രൂപയ്ക്ക് അജി ചെയ്ത ഈ ഇൻറ്റീരിയർ വർക്ക് ഇത്ര മനോഹരമാക്കി തീർക്കാൻ കഴിയുന്നത്? ഇതിൽ നമ്മൾ വളരെ മിനിമലായ ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ കളർ തീം ഫിക്സ് ചെയ്തു ക്ലയൻറ്റുമായിട്ട്. അപ്പം ഇതിലേറ്റവും മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്രിപ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഫൗണ്ടേഷൻ ടൈമിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ? അതെ, യെസ്. ആ ഒരു ടൈമിൽ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റി ചർച്ചകൾ നടത്താം. അതെ. അപ്പം അതിനനുസരിച്ച് നമുക്കിതിൻ്റെ വിൻഡോസിൻ്റെ പൊസിഷനും ഇലക്ട്രിക്കൽ പോയിൻറ്റ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ ഒരു റീവർക്ക് ഒഴിവാകും. മെയിനായി വീട് വെക്കുന്നവരുടെ എല്ലാം സംശയമാണ് ഏത് ഘട്ടത്തിലാണ് ഇൻറ്റീരിയേഴ്സ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലെ ചെയ്തത് കൊണ്ട് ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മളൊരു നല്ല പ്ലാനിങ്ങിൽ പോകാൻ കഴിഞ്ഞു. അപ്പം എക്സ്പെൻസ് വളരെ കുറയ്ക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് ഉള്ളിൽ കാണാം. ഇവിടെ ഇപ്പോൾ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഇത് ലിവിംഗ് റൂമാണ്. ഇതൊരു ഫോർമൽ കം ഫാമിലി ലിവിംഗ് റൂമാണ്. ഇവരുടെ ക്ലയൻസ് NRI ആണ്. സാറ് മാത്രമാണ് ഇവിടെ നാട്ടിലുള്ളത്. അദ്ദേഹം ആർഡർ ബിസിനസ് ചെയ്യുന്നു.
കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കുന്നു, വൈഫ് പുറത്താണ് എന്നാണല്ലോ. അതെ അതെ അതെ. അപ്പം ഇവിടുത്തെ ഒരു വോള്, ഈ ഒരു വോൾ സൈഡിൽ സാധാരണ ഇന്റീരിയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് പ്ലൈവുഡ് മൈക്കയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഇന്റീരിയർ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും കൺസേൺ ആണ്, ഈ പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രേഡ് പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത്? 710 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 710 ആണെന്ന് ഒരു സാധാരണ ക്ലയന്റ് എങ്ങനെ അറിയും? അത് ആ ഒരു പ്ലൈയുടെ വാറണ്ടി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അത് എവിടെ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പ്ലൈയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കോറും റോ മെറ്റീരിയലും കാണുമ്പോൾ അറിയാൻ കഴിയും. ഇവിടുന്ന് തന്നെ ഇന്റീരിയറിന്റെ സ്കോപ്പ് തുടങ്ങുകയാണ്. അപ്പൊ ഇത് സാധാരണ എല്ലാവരും ഈ വോള് ചെയ്യുന്നത്, ഇവിടെ ഇപ്പൊ ഇന്റീരിയർ ഒരു പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ഒക്കെ വോളിൽ കൊടുത്തിട്ട് വേറൊരു രീതി ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് ആ കളർ കൊടുത്തിട്ട് അവിടെ TV സ്പേസ് കൊടുത്തിരിക്കുന്നു, താഴെ ഈ സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ അതിമനോഹരമായ ഒരു ഡെക്കോർ ഐറ്റം 2 വന്നപ്പോൾ ഇതിന് വേറൊരു ആംബിയൻസ് ആയി. എന്തായിരുന്നു ഈ ഒരു പോർഷൻ ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായ തോട്ട്? അപ്പം നമ്മൾ ഈ ഒരു വാള് നോക്കുമ്പം നമുക്ക് ഇതിൽ അധികം വർക്കുകൾ വരാതെ, കാര്യം ഇതൊരു ഒരുപാട് ഏരിയ ഉള്ളൊരു വീടല്ല. അപ്പം സ്ക്വയർ ഫീറ്റ് കുറവായതുകൊണ്ട് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നതിന് പകരം നമ്മൾ മിനിമലായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ബേസ് യൂണിറ്റ് ഇതിന് കൊടുത്തു, TV വാളിൽ കൊടുത്തു, ഡയറക്റ്റ് ഇവിടെ ഒരു ലൈറ്റ് കളർ കൊണ്ടുവന്നു, ഈ വാളിലെ പെയിൻറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഇവിടെ ഒരു ഉടൻ ലഡ്ജ് കൊടുത്തു, ഒരു ബുദ്ധൻ, പിന്നെ ഇവിടെ ഒരു ചെറിയ ക്ലോക്ക്. ഇത് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു വാള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ആയിട്ടുണ്ട്, നല്ലപോലെ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഫർണിച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. കാര്യം ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഗ്രീൻ തീമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേച്ചുറലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഭംഗി കിട്ടുന്നത് കൊണ്ട് ഈ നിൽക്കുന്ന ലൊക്കേഷനും അത്യാവശ്യം നല്ല ഗ്രീനറി ഉള്ളൊരു ലൊക്കേഷനിലാണ് വീട് നിൽക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കോമ്പിനേഷനാണ് ഈ ഗ്രീൻ വൈറ്റ് എന്ന് പറയുന്നത്. അതെ, അത് വളരെ വലിയൊരു സംഭവമാണ്. പിന്നെ സീലിംഗ് കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ കൂടുതൽ ഓവർ വർക്കുകൾ ഒന്നും കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള പോയിന്റ്സുകളിൽ ലൈറ്റിംഗ്, ചെറിയ മിനിമൽ ലൈറ്റിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി പിന്നെ പറയുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 4 പേരുടെ സിറ്റിംഗ് സ്പേസ് ഉള്ള ഡൈനിങ് സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിൽ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. ഈ ലൈറ്റ്സ് കൊടുത്തു, മുകളിൽ പ്രൊഫൈൽ ലൈറ്റ്സിന്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഹോം ഡെക്കോർ പ്രോഡക്റ്റ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഇതും തമ്മിലുള്ള കണക്ടിവിറ്റി ഒന്നുകൂടെ കൂടി. ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടുന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫുൾ വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഓപ്പൺ കിച്ചൺ ഇവിടെ വരുന്നുണ്ട്, ഡൈനിങ്, TV, ഇപ്പോൾ സ്റ്റെയർ ഇവിടെ ആകുമ്പോഴും ആ ഒരു സൈഡിലേക്ക് ഒതുക്കി പോകുന്നുണ്ട്. ഇവിടെ നല്ല സ്പേസ്, അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അധികം അംഗങ്ങളുള്ള വീടല്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട സാധനം ഇതിന്റെ വാഷ് കൗണ്ടറാണ്. വാഷ് കൗണ്ടർ ഇതിൽ നിന്ന് മാറിയിട്ട് വേറൊരു പോർഷനിലായിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു വർക്കിന്റെ ഒരു സ്കോപ്പ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ WPC കൊടുത്തിരിക്കുന്നു, ഫ്ലൂട്ടഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിറർ, വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു, നോർമൽ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഗ്രാനൈറ്റ്സും, താഴെ സ്റ്റോറേജ് 2 ഓപ്പൺ ഷെൽഫ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന മൈക്ക, ഈ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ മൈക്കയുടെ ക്വാളിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൈക്കയുടെ ക്വാളിറ്റി നമ്മൾ ബ്രാൻഡഡ് മൈക്ക പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതൊക്കെ മൈക്കകളായിരുന്നു? മെയിനായിട്ട് ഗ്രീൻലാം, മെറീനോ, സെഞ്ചുറി, കജാരിയ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് ബ്രാൻഡ് എടുത്താലും, ഏത് ബ്രാൻഡിന്റെ മെറ്റീരിയൽ എടുത്താലും അവരുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അപ്പൊ അതിൽ നിന്നും അതിന്റെ ക്വാളിറ്റി, ഇതിൽ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി വിഷയം ബ്രാൻഡഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാര്യം അവരുടെ ബ്രാൻഡഡ് ആകുമ്പോഴത്തേക്ക് അവരവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൂടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൾക്കാർക്ക് എപ്പോഴും ഇപ്പം ഒരാളിനെ ഇന്റീരിയർ വർക്ക് ഏൽപ്പിച്ചു, ആ ഇന്റീരിയർ വർക്ക് ഏൽപ്പിക്കുന്ന ആൾ ആ ഇന്റീരിയറിന്റെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ഇന്ന പ്രൊഡക്ട്സ് ഇട്ടിട്ടാണെന്നുള്ളത് അയാളുടെ അടുത്തുനിന്ന് തീർച്ചയായിട്ടും ആ പ്രൊഡക്ട്സിന്റെ ബിൽസിന്റെ കോപ്പീസ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ആ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞാൽ 100% ഈ ചെയ്യിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഒരു കണക്ടിവിറ്റി കിട്ടും. ഇതാണ് ഞാൻ ചെയ്യിച്ചത്. അതെ, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ കസ്റ്റമറിന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇറ്റ്ലൈറ്റ് ഇന്റീരിയേഴ്സ് ചെയ്യുന്നത് ഏതൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതെ, ഇറ്റ്ലൈറ്റ് ഇന്റീരിയേഴ്സ് ചെയ്യുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന് ആ കമ്പനി തരുന്ന ഒരു വാറണ്ടി ഉണ്ടാവും.
അത് കഴിഞ്ഞിട്ട് ഇതിനെ ഫർണിച്ചറാക്കി മാറ്റിയിട്ട് ഇറ്റ്ലൈറ്റ് കൊടുക്കുന്ന ഒരു വാറണ്ടി ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കിന് നിങ്ങൾ തന്നെ ഒരു വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കും. അതെ അതെ, മോർ ദാൻ ഈ പ്രൊഡക്റ്റിനെ കമ്പനി കൊടുക്കുന്ന വാറണ്ടിയിൽ ഉപരി. അതെ അല്ലെ. ഇനി നമുക്ക് ഇവിടെ ഒരു പോർഷൻ പുറത്തേക്കുള്ള ഒരു വഴിയാണ്. ഇതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു സ്കോപ്പിൽ ചെയ്ത കാര്യം? ഇവിടെ നമുക്ക് ഇവിടെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾസ് കൊടുത്തിട്ട് റൂഫിൽ തന്നെ ഇതിന്റെ ടോപ്പിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പാസേജ് കുറച്ച് അധികം വർക്കുകൾ ഇല്ലാതെ എന്നാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഡെക്കോർ കൊടുത്ത് ഇവിടുന്ന് ഒരു ലൈറ്റ് അങ്ങോട്ട് കൊടുത്തു. അപ്പം അതൊക്കെ വളരെ ചുരുങ്ങിയ റേറ്റിൽ വെറും 200 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനെ വളരെ ഭംഗിയിൽ പെയിന്റ് ചെയ്ത് ഗ്രീൻ പെയിന്റിലേക്ക് കൊണ്ടുവന്ന് അത് അങ്ങനെ ചെയ്തു. ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തു ഈ ഒരു ഏരിയയിൽ. പിന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തു. പുറത്ത് നമ്മൾ അവിടെ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത വർക്ക് നടക്കുന്നുണ്ട്. ഗാർഡൻ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ പുറത്തേക്ക് അവിടെ ഒരു ഗ്രീനറി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ഈ ഡൈനിങ് സ്പേസിൽ നിന്നും കിച്ചൺ, ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ആണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് ടോപ്പും താഴെ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിൽ നമ്മളെ കിച്ചണിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് WPC ആണ്. അപ്പോൾ WPC വരുമ്പം പ്ലൈയേക്കാളിലും കുറച്ചും കൂടി വെള്ളം വീഴുന്ന ഏരിയയിൽ, ഇപ്പോൾ ഡയറക്റ്റ് വെള്ളം വീഴുന്ന ഏരിയയാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്ലൈയിൽ 710 ഉപയോഗിച്ചാലും ഒരു സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ WPCയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമലി എത്ര ഡയറക്റ്റ് വെള്ളം വീണാലും, ഇപ്പോൾ സിങ്കിൻ്റെ ഏരിയയിലായാലും എവിടെയാണോ ഡയറക്റ്റ് വെള്ളം വീണാലും ഇതിന് പ്രോബ്ലം ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജി, ഇതിനകത്ത് ഇപ്പോൾ പ്ലൈവുഡ് പ്ലസ് മൈക്ക കോമ്പിനേഷൻ പ്ലസ് WPC പ്ലസ് മൈക്ക കോമ്പിനേഷൻ എന്ന് വരുമ്പോൾ ഒരാളിന് അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് കോസ്റ്റിനകത്ത് വ്യത്യാസമാണ്? 70 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 15% ഡിഫറൻസ് ആയിരിക്കും. 15% വ്യത്യാസം വരും അപ്രോക്സിമേറ്റ്ലി. പിന്നെ ഇവിടെ വുഡ് ആൻഡ് ഹോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് തന്നെ കണക്ട് ആയിട്ട് വുഡ് ആൻഡ് ഹോപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, കിച്ചണിലേക്ക് പറയാൻ പറ്റിയ, കിച്ചണിലേക്ക് നിങ്ങളുടെ എല്ലാ പ്രൊജക്ടുകൾക്കും ഈ പറഞ്ഞ WPC മെറ്റീരിയൽ ആണോ കൊടുക്കാറുള്ളത്? അല്ല, കസ്റ്റമർ ഞങ്ങൾ എല്ലാ ടൈപ്പ് പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. ആർക്കിടെക്റ്റ് ഉറപ്പായിട്ടും പ്ലൈ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലൈയിലേക്ക് തന്നെ പോകാറുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് WPC ആണ്. ഈ 710 ഗ്രേഡ് ആണെങ്കിലും വെള്ളം വീഴുന്നിടത്താണെങ്കിൽ അതിനൊരു പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. ഇപ്പം കിച്ചണിൽ നമുക്ക് ഡയറക്റ്റ് വെള്ളം വീഴുന്ന സ്ഥലത്ത് WPC ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിനകത്ത് ഡയറക്റ്റ് വെള്ളം വീഴുമ്പോൾ പ്ലൈയിലായാലും അതിനകത്ത് ഒരു ചെറിയ സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PVCയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ കിച്ചൺ ഇതിനോട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് അല്ലേ? അതെ. പിന്നെ ഇനി ഇതിൻ്റെ എടുത്ത് പറയേണ്ട സാധനം ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഇവിടെ വോളിനകത്ത് ആ പെയിന്റിങ്ങിനകത്താണ് അതിൻ്റെ ആ ഒരു ഭംഗി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ഇതിൽ മെയിനായിട്ടുള്ളത് നമുക്കിപ്പം കൂടുതലും ഇൻറ്റീരിയറിൽ കോസ്റ്റ് വരുന്നത് ഇപ്പം ഹെഡ് വാളിൽ കുറച്ച് അധികം വർക്കുകൾ വരുമ്പോൾ, ഇപ്പം മൈക്ക ലാമിനേഷനിലൊക്കെ കുറച്ച് അധികം വർക്കുകൾ വരുമ്പോൾ കോസ്റ്റ് കൂടാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസിലും ഹെഡിൽ ഇങ്ങനെ ഒരു അപ്പോൾസറി കൊടുത്തു. ബെഡ് MS സ്ട്രക്ചറിൽ ചെയ്തു. MS സ്ട്രക്ചറിലാണ്? അതെ. എന്നിട്ട് ഇതിനെ സൈഡിൽ പാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. MS സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ ഭിത്തിന്ന് കാന്റിലിവർ പോലെ MS സ്ട്രക്ചർ കൊടുത്തു. അതെ അതെ. താഴെ ഇതിന് ഇൻസൈഡിൽ ഹോൾഡിംഗ് സപ്പോർട്ട് ഉണ്ട്. അത് വിസിബിൾ അല്ല. അത് കൊടുത്തുകൊണ്ട് അതിന്റെ ഔട്ടറിൽ നമ്മുടെ ലാമിനേറ്റിൽ പാനൽ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. വളരെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. എത്ര ശതമാനം കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും? നമുക്കൊരു 40% കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. നമ്മൾ വാങ്ങിക്കുന്ന ഫർണിച്ചറിനെക്കാളും കോസ്റ്റ് അതെ കുറയ്ക്കാൻ കഴിയും. അപ്പം വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ്. സ്ട്രക്ചറിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. കാൻഡിലറായിട്ട് സ്ട്രക്ചറൽ ട്യൂബ് കൊടുത്തിട്ട് സ്ട്രക്ചറൽ ട്യൂബിനകത്ത് മുകളിൽ നിങ്ങൾ പാനൽ ചെയ്തിരിക്കുന്നു, താഴെ ഈ ഫുട്ടിങ് കൊടുത്തിരിക്കുന്നു. ഇതിന്റെ സപ്പോർട്ടിങ് ആയിട്ട് അത് വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ. ഇതിൽ ഹെഡിൽ നമ്മൾ ഇതുപോലെ അപ്പോൾസറി കൊടുത്തിരിക്കുന്നു. അപ്പം ഹെഡ് പാനലിൽ ഈ സാധാരണ രീതിയിൽ പ്രീമിയം പ്രൊജക്ട്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ് പാനലിൽ കുറച്ച് വർക്ക് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ ഉണ്ട്. ഇതിപ്പം സാധാരണ ടെക്സ്ചർ വർക്കിലേക്ക് പോകുകയാണെങ്കിൽ അതിനും കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ രീതിയിലൊരു കളർ ചേഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. അടുത്ത റൂമുകളിൽ നല്ല രീതിയിൽ കളർ
സെലക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഈ വാർഡ്രോബ്സ് ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സും ഇതേ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലെയിലാണ് വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവിൽ ഈ ലാമിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന ഈ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഭയങ്കര ഒരു വെറൈറ്റി കളർ. അതെ അതെ, ഒരു ചെറിയ ടെക്സ്ചർ ലാമിനേറ്റ് ആണ് വന്നിരിക്കുന്നത്. ടെക്സ്ചർ ലാമിനേറ്റ് ആണ്. പിന്നെ ഇതിനോട് തന്നെ സ്റ്റഡി ഏരിയയും സെപ്പറേറ്റ് തന്നെ ചെയ്തു. അതെ, വളരെ മിനിമലായ രീതിയിൽ അവിടെ ഒരു മിറർ കൊടുത്തു. ഇപ്പം ഈ ഒരു ഹാൻഡിൽ ബ്ലാക്ക് തീമിൽ ഒരു ഹാൻഡിലും കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അതിനൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഈ വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സാധാരണ വുഡൻ വിൻഡോസ് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ചെറിയ 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 പാറ്റേൺസ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വെളിയിൽ നിന്ന് നോക്കുമ്പോഴും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലായിടവും കാണുന്ന പോലെ വലിയ വിൻഡോസ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കിയതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, എലിവേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നത്. ഓക്കെ, അത് ഒരു പരിധി വരെ ആ എലിവേഷൻ്റെ ഭംഗിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ഇതിലൂടെ ചെയ്തിട്ട് ബാത്റൂംസ് ഉണ്ട്. ബാത്റൂമും വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. മൊത്തം 4 ബെഡ്റൂമാണ് വീടിനുള്ളത്. ഇതിപ്പോൾ താഴത്തെ രണ്ടാമത്തെ പേരൻസ് ബെഡ്റൂമിലേക്കാണ്, പേരൻസിന്റെ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. പേരൻസിന്റെ ബെഡ്റൂമിലും വേറൊരു കളർ പാറ്റേൺ കൊടുത്തിട്ട്, ഒരു ഹോം ഡെക്കോർ കൊടുത്തിട്ട്, ഇതേപോലെ സ്ട്രക്ചറിനകത്ത് ബെഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഹെഡ് റെസ്റ്റ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിരുന്നു? ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ടേബിളിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ആയി തന്നെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ഡ്രോയർ, ഇത് പാരൻസ് റൂം ആണ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഡ്രോയർ, പിന്നെ ഇതിനൊരു ചെറിയ കളർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. വാളിലും ഇതുപോലൊരു ഹൈലൈറ്റഡ് കളർ കൊടുത്തു. ഇതാണ് അതിനകത്ത് സിമ്പിളായിട്ട് നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ. സിമ്പിളായിട്ട് ബെഡ്റൂം ചെയ്യാൻ ഇത്രയും ഇന്റീരിയർ ആവശ്യമുണ്ട് സത്യത്തിൽ. വളരെ ഭംഗിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. കളർ കോമ്പിനേഷൻ വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഭംഗി കൂടും. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGC ബീന എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണിയിടും. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGC ബീന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന, കായംകുളം. ഇനി നമ്മളുടെ മനോഹരമായ സ്ട്രക്ചറൽ സ്റ്റെയർ ആണ്. ഇപ്പം ഇവിടെയും ആൾക്കാർ കൂടുതൽ ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്ട്രക്ചറൽ ട്യൂബിൽ തന്നെ ഇതുപോലെ തന്നെ നല്ല ഡിസൈനിങ് കൊടുത്തിട്ട് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭിത്തിയോടെ, റൈറ്റ് സൈഡിന്റെ ഭിത്തിയോടെ കാൻഡിലിവറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുകളിൽ? ഇത് പുളിവാക എന്ന് പറയുന്ന ഒരു തടിയാണ്. പുളിവാക പുതിയത് അല്ല, അത് എല്ലായിടവും അവൈലബിൾ അല്ല. പക്ഷെ നല്ല ഹാർഡ്നെസ് ഉള്ളൊരു ഫുഡാണ്. കോസ്റ്റ് അത് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. പക്ഷേ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേക്കും തടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പർച്ചേസ്. അജി, ഞാനേ സാധാരണ വീടുകളിൽ എപ്പോഴും കാണുന്നതാണ്, ഇതിൻ്റെ കയറി വരുന്ന വോളിൽ എപ്പോഴും വലിയ ഡെക്കോറും അല്ലെങ്കിൽ വലിയ വിൻഡോസും കൊടുക്കുന്നതിന് പകരം ഇവിടെ ചെറിയൊരു പർഗോള ടൈപ്പ് ഗ്ലാസ് കൊടുത്തിട്ട് അവിടെ ചെറിയൊരു ചെടിയുടെ എലമെന്റ് കൊണ്ടുവന്ന് മുകളിൽ ഹോൾസ് കൊടുത്തു. എന്തായിരുന്നു ഈ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ കാരണം? ഇതില് നല്ല സൂപ്പർ ഐഡിയ. വിൻഡോസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡോറ്, അതിൻ്റെ പെയിൻറ്റിങ്സ് അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് അധികം കോസ്റ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെട്ടവും കിട്ടുന്നുണ്ട്, കോസ്റ്റും കുറഞ്ഞ് നിൽക്കും. അത് ജസ്റ്റ് ഫർഗോള് കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം നമ്മൾ വിൻഡോസ് കൊടുത്താലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അവിടുന്ന് ഒന്ന് ബോട്ടം സൈഡിൽ സ്റ്റെയർ ഉണ്ട്, മുകളിൽ ഇവിടെയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. സാധാരണ ചില ആൾക്കാർ എലിവേഷൻ, ഫ്രണ്ട് എലിവേഷൻ ഫുള്ള് ഗ്ലാസ് കൊടുക്കുകയും അങ്ങനെ കൊടുത്ത് കോസ്റ്റ് കൂട്ടാം. ഇതിന്റെ പർപ്പസ് തന്നെ വെട്ടം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്കത് വെട്ടം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, കോസ്റ്റും കുറഞ്ഞു. അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഐഡിയ, മെയിൻ്റെനൻസും കുറയ്ക്കാം. ഇതിന്റെ ടോപ്പ് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തി. അപ്പർ ലിവിംഗ് സ്പേസിലും ഇതുപോലെ വോള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ചെറിയൊരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെയിന്റിംഗ് ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗിൽ നിന്ന് മുകളിലത്തെ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതും വേറൊരു കളർ തീമിൽ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അജി ഇവിടെ ഈ പറയുന്ന റൂംസ് എല്ലാം ഒരേ സൈസ് തന്നെയാണ് അല്ലേ? അതെ, റൂമെല്ലാം ഒരേ സൈസ് തന്നെയാണ്. നമ്മൾ സെയിം ഇത് തന്നെ ആ ഒരു മെറ്റൽ ബെഡ് കൊടുത്തു. ഇവിടെ വീണ്ടും കളർ ചേഞ്ചസ് കൊടുത്തുകൊണ്ട് ഒരു ഹെഡ് അപ്പോൾസറി കൊടുത്തു. വാളിലൊരു വാൾ പെയിൻറ്റിങ് കൊടുത്തു. പിന്നെ ഇതിൽ കുറച്ചും കൂടെ സ്പേസിൽ വിൻഡോസിൻ്റെ ഒരു പൊസിഷൻ ഇങ്ങനെയാണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് മെറ്റലിൽ റീൽസ് കൊടുത്തിരിക്കുന്നു. പിന്നെ തടിയലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും പെയിന്റിങ് ഈ പറഞ്ഞതുപോലെ ഗ്രീനിൽ. ഇന്റീരിയർ ചെയ്യുന്ന വിൻഡോസിൽ സ്റ്റീലിന്റെ ട്യൂബ് കൊടുക്കുന്നതും മെറ്റലിന്റെ പൈപ്പ്, അതായത് GA പൈപ്പോ GP പൈപ്പോ കൊടുക്കുന്നതും തമ്മിൽ എന്താണ് അജിയുടെ ഒരു ബെസ്റ്റ് ഒപ്പീനിയൻ? ഏതാണ് നല്ലതെന്നാണ് പറയുന്നത്?
രണ്ടിനും അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലാണ് ഡയറക്റ്റ് പെയിൻറ് ചെയ്യാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ MS ട്യൂബിലേക്ക് പോയാലും കുഴപ്പമില്ല. അത് പെയിൻറ് ഡയറക്റ്റ് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് പെയിൻറ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഡയറക്റ്റ് പെയിന്റ് ചെയ്തിരിക്കുന്നത്? പോളിഷ് ചെയ്യാതെ ഡയറക്റ്റ് പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ PU പെയിന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കോസ്റ്റ് വരും. ഇത് PU പെയിന്റ് അല്ല ചെയ്തിരിക്കുന്നത്, നോർമൽ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റീലിന്റെ ട്യൂബിനെക്കാട്ടിൽ കോസ്റ്റ് കുറവല്ലേ സാധാരണ സ്ട്രക്ചറൽ ട്യൂബ്? അതെ. സ്റ്റീലിന്റെ ട്യൂബിനകത്ത് 1.4 mm വരെ കാണാൻ പറ്റത്തുള്ളൂ. അതെ. MS ട്യൂബിനകത്ത് ആണെങ്കിൽ 1.6 ആൻഡ് എബവ് ആണ്. അതെ. GP ട്യൂബിനകത്ത് 1.4 കിട്ടും, പക്ഷെ GA ആകുമ്പോൾ 1.6 കിട്ടും. അപ്പം കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് GA ആയിരിക്കും കുറച്ച് ബെറ്റർ. സ്ട്രെങ്തും നല്ലതായിരിക്കും. അതെ. അത് മെയിൻ അതിന്റെ പെയിന്റിങ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഇന്റീരിയർ ചെയ്യുന്ന ആളാണല്ലോ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ പറയുന്ന ബ്ലൈൻഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഈ ബ്ലൈൻഡ്സ് സാധാരണ നമ്മൾ ഇട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഇത് വലിക്കുമ്പോൾ സ്റ്റക്ക് ആവും. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പഴയ വീട്ടിൽ അവിടെ ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യാനുള്ള? അതിൽ ഇതിന്റെ ഈ മെക്കാനിസം ബ്രാൻഡഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ളിൽ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അത് ബ്രാൻഡഡ് ഇത് കറക്റ്റ് ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി ഉള്ളതല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്ത ആളിനെ വിളിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ അത് ഈ ബ്രാൻഡഡ് കമ്പനികളിൽ നിന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സർവീസ് അവർ തരുന്നുണ്ടാവും. അത് അങ്ങനെ ചെയ്യുന്നതാണ് അതിനുള്ള സൊല്യൂഷൻ. അതെ. അത് ഈ നോർമലി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഇതിനൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇറ്റലൈറ്റ് ഇന്റീരിയേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യ മൊത്തം വർക്ക് എടുക്കുന്നുണ്ടെന്നാകട്ടെ. ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നിങ്ങളുടെ പ്രൊജക്ട് കഴിയുന്നവർ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പ്രൊജക്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്? ഏകദേശം ഒരു 1000 മുകളിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സും ചെയ്യും. മാക്സിമം ഉള്ള ഒരു ഇന്റീരിയർ നമ്മൾ ചെയ്യാനുണ്ട്. ഒരു വലിയ അത് പ്രീമിയമാണ്. നമ്മൾ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പ് പ്രൊജക്ട്സുകളും നിലവിൽ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഈ ഇന്റീരിയറിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീഡം. ഇപ്പോൾ ആർക്കിടെക്ട്സിനാണെങ്കിലും കോൺട്രാക്ടേഴ്സിനാണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ക്ലയന്റ് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഒരു വലിയ ഫാക്ടർ. അതെ. ക്ലയന്റ് ഫ്രീഡം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. പക്ഷേ ക്ലയന്റിന്റെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു സിസ്റ്റം, നമ്മളിപ്പോൾ ക്ലയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട് എത്രയാണ് അവരുടെ ബഡ്ജറ്റ്, എത്ര ടൈമിൽ തീർക്കണം എന്നുള്ളത്. അപ്പം അതിൽ നിന്നായിരിക്കും ഞങ്ങൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഒരു കളർ തീമും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത് ഒരുമിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് പോവുക. ഒരു വ്യക്തി സ്വപ്ന വീട് പണിയാൻ വരുമ്പോൾ ഇന്റീരിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന സ്റ്റേജാണ് ആണല്ലോ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ്. പക്ഷെ ഈ ഇന്റീരിയർ ആദ്യമേ മുതലേ പ്ലാൻ ചെയ്താൽ ഇന്റീരിയർ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ അതിനെ എങ്ങനെയാണ് അജി അപ്രോച്ച് ചെയ്യുന്നത്? അത് നമ്മളുടെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരുടെ വലിയൊരു സ്വപ്നവുമായിട്ടായിരിക്കും വരുന്നത്. കാര്യം ഒരു വീട്ടിൽ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളതിനെ ഏറ്റവും നീറ്റായ രീതിയിൽ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്ത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്ത് ആദ്യം മുതലേ ആ ക്ലയൻറ്റിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് പോലെ തന്നെ കണ്ടിട്ട് നമ്മൾക്ക് എന്തെല്ലാം അതിൽ ഭംഗിയാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഇൻറ്റീരിയറിൽ മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത്, ബാക്കി വരുന്ന വർക്കുകളിലും ഞങ്ങൾക്ക് എന്തെല്ലാം അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം ഈവൻ ലാൻഡ്സ്കേപ്പിൻ്റെ ആയാലും ബാക്കി കാര്യങ്ങളിലും ഇൻഡോർ പ്ലാന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ആ വീട്ടിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും ഞങ്ങളത് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാ ക്ലയൻറ്റും ഹാപ്പിയാണ്. കാര്യം ഞങ്ങൾക്കത് വളരെ ഭംഗിയായിട്ട് ആ ഹൗസ് വാമിങ് ഡേയിൽ വരുന്ന അവരുടെ ആ ഒരു സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് ഒരു ബിസിനസ്സിലുപരി നമുക്ക് വലിയൊരു, ഞാനിപ്പം ഏകദേശം 10 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അവരുടെ ആ ഒരു ഹൗസ് വാമിങ് ഡേയിലുള്ള ആ ഒരു ഹാപ്പിനെസ്, അത് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ്. ഈ വീടുകൾ വെക്കുന്നതിൽ ഏറ്റവും വലിയ ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. കാര്യം വീട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഡിസൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അതിൻ്റെ ഫൗണ്ടേഷൻ ആവുന്ന സമയത്ത് ഇൻറ്റീരിയർ ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിന് വേണ്ട ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുകയും ഒപ്പം അതിന് വേണ്ട എല്ലാ നീക്കങ്ങൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലിവിങ് സ്പേസിൽ ഒരു സെക്കൻഡ് സ്ലാബിൽ ഒരു സ്പേസ് വേണം എന്നുള്ള ഡിസൈൻ ഒരു തീരുമാനം വരുന്നത് ആ പറയുന്ന ഇന്റീരിയർ കൂടെ ആഡ് ഓൺ ആവുമ്പോൾ, അങ്ങനെ ആഡ് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ പ്ലാറ്റ്ഫോം, നമുക്ക് വോള് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എന്ത് ടൈപ്പ് ടെക്സ്ചർ ഫിനിഷ് കൊടുക്കണം, ഇതൊക്കെ ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് ആദ്യം തന്നെ ചർച്ചയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ
9 മാസം മുതൽ 12 മാസം വരെയുള്ള കൺസ്ട്രക്ഷൻ സമയം കഴിഞ്ഞിട്ട് ഇന്റീരിയറിന് മാക്സിമം 1.5 മാസം മതി. 1.5 മുതൽ 2 മാസം മതി. ആ 1.5 മാസത്തിലുള്ള പണി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ബഡ്ജറ്റഡ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്ത് 100% കഴിയും. അപ്പോൾ ആദ്യമേ തന്നെ കൺസ്ട്രക്ഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റീരിയറിന്റെ ആളിനെ ഫിക്സ് ചെയ്യുക, ഇന്റീരിയർ ഡിസൈനറെ ഫിക്സ് ചെയ്യുക, ആ ആളുമായിട്ട് വർക്ക് കണക്റ്റഡ് ആയി പോവുക. ഇതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിമനോഹരമായ ഇന്റീരിയർ ഡിസൈനാണ്. ഒരുപാട് വർക്കുകൾ താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ വീടുമായി വിഷ്ണു വിജയൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഇതുപോലുള്ള മനോഹരമായ ഡിസൈൻസ്, ഇതുപോലുള്ള മിടുക്കന്മാരായുള്ള ആർക്കിടെക്ട്സും ഡിസൈനേഴ്സിനെയും നമ്മൾ നമ്മുടെ പേജിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒപ്പം VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡിനെയും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.